ചിലർക്ക് ഈ ഒരു ബൈക്ക് അല്ല ട്രൈക്ക് അത്ര പരിചിതമായിരിക്കില്ല. പക്ഷെ ഇനി കൊച്ചിയുടെ റോഡുകളിൽ ഈ ട്രൈക്കാണ് നിറയാൻ പോകുന്നത്. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോവുകയാണ് ഹോണ്ട നിർമ്മിച്ചിരിക്കുന്ന ഈ ട്രൈക്ക്. ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു മലയാളി തന്നെയാണ്. ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ബാബു ജോൺ എന്ന മലയാളിയുടേതാണ് ഈ ട്രൈക്ക്. ഈ ട്രൈക്കിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക്. എന്താണ് ഈ ഒരു വാഹനത്തിന്റെ സ്പെഷ്യാലിറ്റി? ഇത് റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മറിഞ്ഞു വീഴില്ല. ആ നമ്പർ 1. സാധാരണ ബൈക്കൊക്കെയാണ് നമ്മൾ ബ്രേക്ക് കിട്ടിയാൽ താഴെ പോകും. പിന്നെ ഇതിന് 1800 cc ആണ്, 6 സിലിണ്ടറാണ്, അതായത് നമ്മൾ V6 എഞ്ചിനാണ്. പിന്നെ 122 bhp ആണ്. ഭയങ്കര പവറുള്ള വണ്ടിയാണ്. 1 ലിറ്റർ പെട്രോളിൽ ഒരു 10 കിലോമീറ്ററൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്താലും ഇതിൽ നമുക്കൊരു ടയർഡ് തോന്നുമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ കാറ്റടിക്കുന്നതിൻ്റെ ഒരു ക്ഷീണമേ വരത്തുള്ളൂ. നമുക്ക് എത്ര വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം. ഇതിൻ്റെ ബ്രേക്ക് ഭയങ്കര പവർഫുൾ ബ്രേക്കാണ്, ABS ആണ്. അങ്ങനെയുള്ള നമുക്ക് സേഫ്റ്റി ഇതിൽ ഒത്തിരി ഉണ്ട്. ഇത് 2 ബേസ്, ഒരു ബേസ് കൂടെ നമുക്ക് ഈ ബൈക്ക് ലിഫ്റ്റ് ചെയ്ത് പൊക്കാം. ഈ ട്രൈക്കർ സ്വന്തമാക്കിയിട്ട് 3 വർഷമായല്ലോ. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടുണ്ട് ദുബായിൽ? ഞങ്ങൾ അവിടെ ഗോൾവിൻ ഗ്രൂപ്പ്സ് ഉണ്ട്. 160 to 180 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. കാരണം ദുബായിയുടെ റോഡെന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ റോഡുകളാണ് എല്ലാം. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പല സ്ഥലത്ത് പോയിട്ടുണ്ട്. ഈ ബൈക്കിൽ നമുക്ക് സാധാരണക്കാർക്ക് പരിചയമില്ലാത്ത ഒത്തിരി സ്വിച്ചസ് ഒക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതൊന്ന് പറയാം? ഇത് ഓഡിയോ നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ളതാണ് ഒരെണ്ണം. ഇത് CB റേഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോമൺ ആയിട്ട് സംസാരിക്കുന്നതിന് വോയിസ് കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ പെൻഡ്രൈവ് കുത്താം, അക്സ് അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെയാണ്. പിന്നെ വണ്ടി മേളിലോട്ടും താഴോട്ടും ലിഫ്റ്റ് ചെയ്യാനുള്ളത് ഡബിൾ സിഗ്നൽ. മാനുവലായിട്ടും വോളിയം കൊടുക്കാം. ഇതിൽ നമുക്ക് മൊബൈൽ വെച്ച് ഡ്രൈവ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്കൊരു ബോട്ടിലോ കോഫിയോ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. ഇതിൻ്റെ ഫ്യൂൽ ടാങ്കാണ്. ഇതൊരു ചെറിയൊരു ഡാഷ്ബോർഡ് പോലെ നമുക്ക് ടെമ്പററി എന്തെങ്കിലും എമർജൻസി യൂസ് വെക്കാം. നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കത്തക്കവണ്ണമാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഫെസിലിറ്റികൾ. ഇത്രയും ഒരു ഫെസിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. ഇത് കൂടാതെ ഇപ്പം നമ്മൾ ലോങ് ട്രിപ്പ് എവിടെയെങ്കിലും പോകാതെ നമ്മുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. അങ്ങനെ വേണേൽ പോലും നമുക്ക് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഇത്രയും സ്റ്റോറേജ് സംവിധാനമുണ്ട്. അപ്പോൾ ഒരു മിനി ട്രിപ്പ് പോകണമെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ബൈക്ക് അല്ല ട്രൈക്കർ തന്നെ ധാരാളമാണല്ലേ? അതെ, നമുക്ക് എവിടെയെങ്കിലും കൂടെ ഒരാളൂടെ ഉണ്ടെങ്കിൽ നല്ല പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് പോകാം. പോകുന്നിടത്തൊക്കെ ആൾക്കാർക്കും ഒരു രസം, നമ്മൾക്കും അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു രസം, നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ദുബായിലെ ബൈക്ക് ഓടിക്കുന്നതിൻ്റെയും ഈ ട്രൈക്കർ ഓടിക്കുന്നതിൻ്റെയും കൊച്ചിയിൽ ഓടിക്കുന്നതിൻ്റെയും തമ്മിലൊരു ഡിഫറൻസ് എന്താണ്? കൊച്ചിയിൽ ഓടിക്കുന്നതും ദുബായുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. കൊച്ചിയിൽ ഞാൻ നോക്കിയിട്ട് 80-ന് മേളിൽ പോകാൻ പറ്റിയ റോഡ് നമുക്കിവിടില്ല. നോർമലി ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ഡ്രൈവ് ചെയ്ത 40 to 50 അല്ലെങ്കിൽ 60. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും നല്ലൊരു വണ്ടിയൊക്കെ നമുക്കത് സ്പീഡിൽ ഓടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. നമുക്ക് സോങ് ഇപ്പോൾ 2-ലാണ്, 3-ലോട്ട് പോയി. അതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട് പാട്ട് കേൾക്കാനുള്ള സൗകര്യം. പാട്ടുമൊക്കെ കേട്ട് ബോറടിക്കാതെ പോകാം. ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് നാട് ചുറ്റാൻ ട്രൈക്കർ അടിപൊളിയാണ്. ട്രൈക്കർ അടിപൊളിയാണ്. അതിൻ്റെ ഒരു വില കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കസ്റ്റംസ് എല്ലാം കൂടെ 62 ലക്ഷം രൂപയായി. വില നോക്കിയില്ല, വാഹനം ഇഷ്ടപ്പെട്ടു വാങ്ങി. മനസ്സിലെ ആഗ്രഹത്തിന് വിലയില്ല. നമ്മൾ സ്വപ്നം കാണുന്നതിന് ടാക്സ് വേണ്ടല്ലോ, അതുപോലെ മനസ്സിന്റെ ആഗ്രഹത്തിന് വിലയില്ല. കുറെ കടമ്പകൾ കഴിഞ്ഞിട്ടാണല്ലോ ഈ ട്രൈക്കറിനെ ദുബായിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചത്. ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തിയ ട്രൈക്കറിനെ പുറത്തിറക്കാനായിട്ട് ഒരു 14 മാസം എടുത്തു. കൊച്ചി കസ്റ്റംസിൽ അവരിതിന് 42 ലക്ഷം രൂപ എനിക്ക് ഡ്യൂട്ടി അടിച്ചു. ആ ഡ്യൂട്ടി എനിക്ക് പേ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തർക്കമായി നമ്മൾ കോടതിയിൽ പോയി. കോടതി പോയിട്ടാണ് നമുക്ക് ന്യായമായ ഒരു വിധി, നമുക്ക് അനുകൂലമായ ഒരു വിധി കിട്ടി. ആ വിധിയുടെ പ്രകാരം വന്ന പൈസ ഞാൻ അടച്ചു.
ഈ കസ്റ്റംസിന്റെ ഇഷ്യൂ കാരണം പല മലയാളികൾക്കും അവരുടെ ഇഷ്ടവാഹനങ്ങൾ കേരളത്തിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മലയാളികളൊക്കെ വണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ആദ്യമേ നോക്കുന്ന